Hello guys, how are you all? Hope you all are fine and safe. So, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മുടെ ടോപ്പിക് AS1 ആണ്. AS1 എന്നാണ് ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ AS1നെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ വളരെ ചുരുക്കി പറയാം. ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ ഇല്ലാതെ തുടങ്ങാം. അപ്പോൾ AS1 ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് വന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ AS1 വരാനുള്ള കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പൊതുവായി കവർ ചെയ്യാത്ത പല ഏരിയാസും ഉണ്ട്. അതേപോലെ തന്നെ ഓരോ എൻ്റർപ്രൈസസും അതിൻ്റെ അക്കൗണ്ടിങ് പോളിസീസ് ചൂസ് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് അതിൻ്റെ ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താ പറയുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇന്ന പോളിസീസ് തന്നെ ഇന്ന കാര്യത്തിൽ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, ഓരോ എൻറ്റിറ്റീസിനും അതിൻ്റെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഓരോ പോളിസീസ് അതിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ച് ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂണിഫോമിറ്റി, കമ്പാരബിലിറ്റി, ഈ രണ്ട് ക്വാളിറ്റീസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നഷ്ടമാകും. അത് തടയാനാണ് AS1 ഡിസ്ക്ലോസർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ശ്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. AS1 requires enterprises to disclose significant accounting policies actually adopted by them in preparation of their financial statements. അതായത് AS1 എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ എൻറ്റിറ്റീസും അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് നേച്ചർ, അതായത് ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് പോളിസീസ് വെളിപ്പെടുത്തണം. ഇത്ര മാത്രമേ AS1 പറയുന്നുള്ളൂ. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് എൻറ്റിറ്റീസ് ഫോളോ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ AS1 പ്രകാരം ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസിന് പ്രത്യേകിച്ച് ഒരു ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ ഇതെന്താ സംഭവം? ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത് വന്നിട്ട് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, രണ്ടാമത് വന്നിട്ട് കൺസിസ്റ്റൻസി, മൂന്നാമത് വന്നിട്ട് അക്രൂവൽ. ഈ മൂന്നെണ്ണം ആണ് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഡിസ്ക്ലോഷറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസിലെ ഗോയിങ് കൺസേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗോയിങ് കൺസേൺ എന്നാൽ ഒറ്റ സെൻറ്റൻസിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി ആർ പ്രിപ്പയർഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ എൻറ്റിറ്റി വിൽ ബി ക്യാരിഡ് ഓൺ ഫോർ എ ഫോർസീയബിൾ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഗോയിങ് കൺസേണിൻ്റെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ട് വരുന്ന കാര്യമാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് പലപ്പോഴും ഈ ഫോർസീയബിൾ ഫ്യൂച്ചർ എന്നുള്ള ടേം വിട്ടുപോകും. അത് നിർബന്ധമായി എഴുതിയിരിക്കണം. അപ്പോൾ ഈ ഫോർസീയബിൾ ഫ്യൂച്ചർ എന്താണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്താ പറയുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ എൻറ്റിറ്റിയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് ഇപ്പോൾ അടച്ചുപൂട്ടും എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് ഒരു ഫോർസീയബിൾ ഫ്യൂച്ചർ, അതായത് ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് തുടരും എന്നുള്ള ഒരു അസംഷനിലൂടെ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അടുത്തത് നമുക്ക് നോക്കാം കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഓരോ അക്കൗണ്ടിങ് പോളിസീസും നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യേണ്ടത്? ഓരോ അക്കൗണ്ടിങ് പീരീഡ്സിലും ഒരേ നേച്ചറിൽ വരുന്ന അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഇവൻറ്റ്സും നടക്കുമ്പോൾ ഒരേ അക്കൗണ്ടിങ് പോളിസീസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാണ് കൺസിസ്റ്റൻസി പറയുന്നത്. അതായത് സെയിം അക്കൗണ്ടിങ് പോളിസീസ് shall be used for treating similar accounting transactions over different accounting periods. അടുത്തത് അക്രൂവൽ. അക്രൂവൽ കൺസെപ്റ്റ് ഇതെന്താണ് പറയുന്നത് വെച്ചാൽ ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് സൂൺ ആസ് ദ ഒക്കർ irrespective of whether cash or cash equivalents have been paid or received. അതായത് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് തന്നെ ഉടനടി റെക്കോർഡ് ചെയ്യുക. ഇർറെസ്പെക്റ്റീവ് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവലൻസ്. ക്യാഷ് ഇക്വിവലൻസ് മീൻസ് പൈസയോ മറ്റെന്തെങ്കിലുമോ.
അതായത് കൺസിഡറേഷൻ പേ ചെയ്തോ അല്ലെങ്കിൽ കിട്ടിയോ എന്ന് നോക്കാതെ തന്നെ ഇവൻറ്റ്സും ട്രാൻസാക്ഷൻസും നടക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുക. പക്ഷേ ഈ അക്രൂവൽ കൺസെപ്റ്റിനെ നമുക്ക് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഇറ്റ് വിൽ ലീഡ് ടു ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യും? അപ്പോൾ ഈ ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റവന്യൂ ഷാൾ നോട്ട് ബി റെക്കോർഡഡ് അൺലെസ് എമൗണ്ട് ആൻഡ് റിയലൈസേഷൻ ഓഫ് ദ സെയിം ഈസ് സർട്ടൻ. അതായത് ഒരു റവന്യൂ ഐറ്റം നമ്മൾ ഒരിക്കലും അതിൻ്റെ എമൗണ്ടും റിയലൈസേഷനും സർട്ടൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യരുത്. ചെയ്താൽ ഇറ്റ് വിൽ ലീഡ് ടു ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് പറ്റിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻ 128(1)(3) ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരം അക്രൂവൽ കൺസെപ്റ്റിൽ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഒരു കമ്പനി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് പോളിസീസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസി എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പോളിസി? അക്കൗണ്ടിങ് പോളിസീസ് ആർ നത്തിങ് ബട്ട് സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ദോസ് പ്രിൻസിപ്പിൾസ് as adopted by the entities on preparation and presentation of financial statements. അതായത് അക്കൗണ്ടിങ് പോളിസീസ് എന്നാൽ ഓരോ എൻറ്റിറ്റീസും അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചു, അത് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്തു, ഇതാണ് അക്കൗണ്ടിങ് പോളിസി എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസി നമ്മൾ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പല ഏരിയസും കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓരോ എൻറ്റിറ്റീസിനും ഫ്രീഡം ഉണ്ട്. അതിന് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ഓരോ അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതിനർത്ഥം അവർക്ക് തോന്നിയ പോലെ സെലക്ട് ചെയ്യാമെന്നാണോ? ഏത് അക്കൗണ്ടിങ് പോളിസി വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്ന് തോന്നിയ പോലെ സെലക്ട് ചെയ്യാമെന്നല്ല. മറിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ ഫാക്ടേഴ്സ്. സോ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് 3 കാര്യങ്ങളിൽ മെയിനായി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ്. കൺസർവേറ്റിസം അഥവാ പ്രുഡൻസ് എന്നാൽ എന്താണ്? ഈ ഒരൊറ്റ ലൈൻ ആലോചിച്ചാൽ മതി. ഇഗ്നോർ ഓൾ ആൻറ്റിസിപ്പേറ്റഡ് ഗെയിൻസ്, റെക്കോർഡ് ഓൾ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്. അതായത് വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്സിനെ, ഗെയിൻസിനെ, അതിൻ്റെ എമൗണ്ടോ റിയലൈസേഷനോ സെർട്ടൻ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. പക്ഷേ യാതൊരു കാരണവശാലും വരാൻ പോകുന്ന ലോസസിനെ ഒരിക്കലും റെക്കോർഡ് ചെയ്യാതിരിക്കരുത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വരാൻ പോകുന്ന ലോസസിനെ ഉടനടി റെക്കോർഡ് ചെയ്യുക. അടുത്തത് മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷാൾ ഡിസ്ക്ലോസ് ഓൺലി മെറ്റീരിയൽ ഐറ്റംസ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ടേം, സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയാറുള്ള ടേമാണ്. പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്നാൽ, അഥവാ സബ്സ്റ്റൻസ് ഓവർ ഫോം എന്നാൽ എന്താണ് എന്നുള്ളത് ചുരുങ്ങിയ ഒരു എക്സാമ്പിളിലൂടെ, ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ ലെറ്റ്സ് ഇമാജിൻ യു ആർ ഗോയിങ് ടു ബൈ എ വാട്ടർ ബോട്ടിൽ. അപ്പോൾ നിങ്ങൾ സ്റ്റോറിൽ പോയപ്പോൾ 2 തരത്തിലുള്ള വാട്ടർ ബോട്ടിലുണ്ട്. ഒന്ന് നൈക്കിൻ്റെ, ഒന്ന് അൺബ്രാൻഡഡ്. അപ്പോൾ ഈ നൈക്കിൻ്റെ വാട്ടർ ബോട്ടിലിൽ പ്രൈസ് ടാഗിൽ ഇട്ടിട്ടുണ്ട് 1500 രൂപ. അപ്പുറത്ത് അൺബ്രാൻഡഡ് ആയിട്ടുള്ള ലോക്കൽ വാട്ടർ ബോട്ടിൽ 100 രൂപ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വാട്ടർ ബോട്ടിൽ വേണം. വാട്ടർ ബോട്ടിൽ എന്തിനാണ്? വെള്ളം നിറയ്ക്കാൻ. അതിപ്പോൾ നൈക്കിൻ്റെ വാട്ടർ ബോട്ടിലാണെങ്കിലും ഈ അൺബ്രാൻഡഡ് ലോക്കൽ വാട്ടർ ബോട്ടിലാണെങ്കിലും പർപ്പസ് ഒന്നാണ്. പിന്നെ നമുക്ക് ഈ അഡീഷണൽ കോസ്റ്റ് ഈ 1500 കൊടുത്ത് ഈ നൈക്കിൻ്റെ തന്നെ വാങ്ങണമെന്ന് പറഞ്ഞാൽ വാങ്ങേണ്ട ആവശ്യമില്ല. അതായത് പർപ്പസിനാണ് പ്രാധാന്യം, ബോട്ടിലിന് പ്രാധാന്യമില്ല. നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു ബോട്ടിൽ വേണം, അത്രയേ ഉള്ളൂ. അതാണ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോമിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം.
Events and transactions shall be accounted on the basis of substance and financial reality and not merely based on their legal form. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സബ്സ്റ്റൻസും ഫൈനാൻഷ്യൽ റിയാലിറ്റിയുമാണ് നമ്മുടെ വെള്ളം നിറയ്ക്കണം എന്നുള്ള പർപ്പസ്. ഇവിടുത്തെ ലീഗൽ ഫോമാണ് നമ്മുടെ എക്സാമ്പിളിലുള്ള വാട്ടർ ബോട്ടിൽ ഒരു ഫ്രെയിം മാത്രമാണ്. നമ്മുടെ പർപ്പസാണ് പ്രാധാന്യം. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. ഇനി പറയാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം, എപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് 2 കേസസ് ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ കേസ്, വേർ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഹാവ് മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഇൻ ദ കറൻറ്റ് പീരീഡ്. രണ്ടാമത്തെ കേസ്, വേർ ദേ ഡു നോട്ട് ഹാവ് എനി മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഇൻ ദ കറൻറ്റ് പീരീഡ് ബട്ട് മേ ഹാവ് മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഇൻ എനി ഓഫ് ദ ഫ്യൂച്ചർ പീരീഡ്സ്. അതായത് അപ്പോൾ ഇനി ഒന്നാമത്തെ കേസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് കാരണം കറൻറ്റ് പീരീഡിൽ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടനടി ഡിസ്ക്ലോസ് ദ എമൗണ്ട് അസർട്ടൈൻഡ്. ഇനി എമൗണ്ട് അസർട്ടൈനബിൾ അല്ലെങ്കിൽ, എമൗണ്ട് കറക്റ്റായി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്ക്ലോസ് ദ ഫാക്ട്. ഇന്ന ചേഞ്ച് കാരണം, ഇന്ന അക്കൗണ്ടിങ് പോളിസീസിൽ ഇന്ന ചേഞ്ച് കാരണം ഇന്ന മാറ്റം വന്നു അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഉടൻ ഡിസ്ക്ലോസ് ചെയ്യുക. അടുത്തത് കേസ് നമ്പർ 2, where the changes in accounting policies do not have a material impact in the current period. പക്ഷേ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരീഡ്സിൽ ഇമ്പാക്റ്റ് വന്നേക്കാം. ആ കേസിൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കേസിൽ ഡിസ്ക്ലോസ് ദ ഫാക്ട് ഇമ്മീഡിയറ്റ്ലി. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? വരുന്ന വർഷത്തിലാണോ, അടുത്ത വർഷമാണോ, അതോ വരുന്ന വർഷത്തിലാണോ? അല്ല, മറിച്ച് ഉടനടി ഇൻ ദ കറൻറ്റ് പീരീഡ് ഇറ്റ് സെൽഫ് ഡിസ്ക്ലോസ് ദ ഫാക്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് റിമെമ്പർ ചെയ്യേണ്ട അടുത്ത പോയിന്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് വന്നു കഴിഞ്ഞാൽ AS1 പ്രകാരം നമുക്ക് ഇന്ന ചേഞ്ച് നടത്തിയിട്ടുണ്ട്, ഇന്ന ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഷുഡ് ആൾസോ ബി ഡിസ്ക്ലോസ്ഡ്. അതായത് ഒരു ചേഞ്ച് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ആ ചേഞ്ച് കാരണം വരുന്ന എഫക്റ്റും കൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ആര്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എൻറ്റിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AS1 പഠിക്കാനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ബൈ. യുവർ സോൺ.